നേരാ, നിനക്ക് നഷ്ടം വന്നു. ഞങ്ങൾ കാണിക്കുന്ന അന്തയില്ലായ്മയാ. നിന്റെ ചോറ നീ തിരിച്ചു വാങ്ങിക്കണോടാ. പക്ഷെ എന്തേന്നല്ല എന്റെ ആങ്ങളാന്ന് നടക്കുന്നത് എംബോക്കിയുടെ കയ്യിൽ മോള് ഇപ്പൊ ചാവടാ. ഇവന്റെ കുത്തിരി പിടിച്ച് വാങ്ങിക്കടാ. നല്ല തണ്ടും നടി ഉണ്ടല്ലോ. ഇപ്പൊ ചുമലെടുത്ത് കൊണ്ട തരാൻ പറ. ചോഷ്ടയും കുത്തും വിട്ടും. അറിയോ, ഇവന്റെ മേലിറങ്ങിയിട്ടില്ല. ഒരു പെങ്ങള് വളർന്നു വരുന്ന പപ്പില്ലാത്ത കുടുംബം ഇവൻ ചിന്തിച്ചിട്ടില്ല. കൊടുക്കും മല പോലെ ഒരു രാക്ഷസൻ എന്നെ വലിച്ചിട്ട് കൊടുത്തിട്ടും ആങ്ങളെ പോലും. അതെടാ പ്രാന്ത, കേട്ട പൊന്നങ്ങാനും കൊടുക്കാതെ എന്റെ കൊച്ചിന്റെ കെട്ടങ്ങനെ മുടങ്ങിയ അവളെ കൊണ്ട് ഞാൻ കളി ചാടിച്ചാകും പറഞ്ഞേക്കാം. പൊന്മാനിലെ ഈ ഒരു സീൻ കണ്ടപ്പോ എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാ, ഒന്ന് പെങ്ങൾക്ക് 32 വയസ്സായി, ഓക്കെ, ആൻഡ് ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതിന് അമ്മയടക്കം ആ നാട്ടിലുള്ള എല്ലാവരും ആങ്ങളെയാണ് കുറ്റം പറയുന്നത്. അപ്പൊ എന്റെ മനസ്സിൽ എനിക്ക് തോന്നിയ സംശയം എന്താന്ന് വെച്ചാൽ, ഈ 32 വയസ്സ് കഴിയാൻ ഈ പെങ്ങൾ എന്തിനാണ് കാത്തിരിക്കുന്നത്? അതായത് ആ പെങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ചിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ജോലി കണ്ടുപിടിക്കാനോ എന്തുകൊണ്ടാണ്? അതായത് എന്റെ വേറൊരു സീനിൽ പറയുന്നുണ്ട്, അതിൽ എന്റെ ആങ്ങളാന്ന് പറയുന്ന ഈ നാറി അവനോട് ചോദിക്കുക, എനിക്ക് ഈ സ്വർണത്തിന് നിങ്ങളുടെ അതിനെടുത്ത സ്വർണം തിരിച്ചറിയേണ്ട റെസ്പോൺസിബിലിറ്റി ഇല്ലാന്ന്. അഫ്കോഴ്സ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഈക്വൽ ഔട്ട്കം. ഇപ്പൊ ആ പെങ്ങൾക്ക് പഠിക്കാൻ സമ്മതിച്ചിട്ടില്ല, പുറത്തു പോകാൻ സമ്മതിച്ചിട്ടില്ല. ഇപ്പൊ ജയഹേല് പറയുന്നുണ്ട് ആ കുട്ടി ഒരു കോഴ്സിന് ജോയിൻ ചെയ്തു, ജോലി കിട്ടാൻ സമ്മതിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഒരേ ഓപ്പർച്യൂണിറ്റീസ്, ഒരേ സൗകര്യങ്ങൾ കൊടുത്ത് ഒരു വീട്ടില് ഒരു ആണിനെയും ഒരു പെണ്ണിനെയും വളർത്തുകയാണെങ്കിൽ ആ പെണ്ണിന്റെ കല്യാണം, ഡൗറി, ഇത് എന്തുകൊണ്ടാണ് ഒരു ആണിന്റെ മാത്രം റെസ്പോൺസിബിലിറ്റി ആവുന്നത്? എനിക്കറിയാവുന്ന പല ക്ലയൻസും, എന്റെ മെയിൽസ് ആയിട്ടുള്ള പല ക്ലയൻസും അവരുടെ ലൈഫിന്റെ മെജോറിറ്റി സിസ്റ്ററിന്റെ കല്യാണത്തിന്റെയും സിസ്റ്ററിന്റെ പ്രസവത്തിന്റെയും എന്താ പറയുക പൈസ അടയ്ക്കാനായിട്ട് അവരിങ്ങനെ നടക്കുകയാണ്. എന്തിനാ അങ്ങനെ ഒരു സിസ്റ്റം? ട്രൂ ഇൻഡിപെൻഡൻസ് വരുന്നത് ഈ എന്താ പറയുക സ്വന്തമായിട്ട് ജോലി മേടിക്കുമ്പോഴാണ്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇസ് ദ ഫസ്റ്റ് ആൻഡ് ബേസിക് ഫോം ഓഫ് ഇൻഡിപെൻഡൻസ്. ആങ്ങളെയാണ് എന്റെ കല്യാണം നടത്തി തരേണ്ടത്, എന്റെ ആങ്ങളെയാണ് എനിക്ക് സ്വർണം കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുന്നതിന് പകരം എന്റെ സ്വന്തം കല്യാണത്തിന്റെ റെസ്പോൺസിബിലിറ്റി ഞാനാണ് ഏറ്റെടുക്കേണ്ടത്. ഇനി ഈ പേജ് കണ്ടിട്ട് ആരും ഒഫൻഡഡ് ആവണ്ട. ഈ പേജ് ജെൻഡർ ന്യൂട്രൽ ആണ്. ഇവിടെ ജെൻഡർ കണ്ടിട്ടായിരിക്കില്ല കൺസേൺസ് പറയുന്നത്. ആണുങ്ങള്, പെണ്ണുങ്ങള്, തേർഡ് ജെൻഡർ, മനുഷ്യരായിട്ട് ജനിച്ച എല്ലാവരുടെയും കൺസേൺസ് ഈ പേജിൽ വാലിഡ് ആണ്. ഡോക്ടർ ഗായത്രി മേനൻ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്.